നമസ്കാരം. പ്രളയബാധ ഉണ്ടായി ഏതാനും കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ കേരളത്തിലെ എല്ലാവരും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ ഏറ്റവും കൂടുതൽ വിവാദമാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്, വി.ഡി. സതീശന് തന്നെയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഹെലികോപ്റ്റർ യാത്ര, തുടർന്ന് അദ്ദേഹം നടത്തിയ വിരുന്ന് സൽക്കാരങ്ങളിലുള്ള പങ്കെടുക്കലുകൾ, അങ്ങനെ ആഹാരം കഴിക്കലുകൾ, ഇതിനെയെല്ലാം പ്രതിപക്ഷം വലിയ ആയുധങ്ങളാക്കി മാറ്റുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതിനുള്ള വലിയ ആയുധങ്ങളായി അത് മാറി. അങ്ങനെ മുഖ്യമന്ത്രിയുടെക്കെതിരായി വലിയ തോതിലുള്ള ഒരു സൈബർ അതിക്രമവും ആക്രമണവും നടക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എവിടെ എന്നൊരു വലിയ ചോദ്യമുണ്ടായിരുന്നു. അദ്ദേഹം പോയത് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം വരെ അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നടത്തി തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചെത്തിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിൽ തന്നെയും അങ്ങനെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ഒരു പക്ഷേ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് വല്ലാതെ ഞെട്ടലുണ്ടായേനെ. കാരണം ഒന്ന് ആഹാരം കഴിച്ചതിന് ഒരു വലിയ പ്രശ്നമായി, അദ്ദേഹം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത് വലിയ വിഷയമായി. അതിനെല്ലാം കൃത്യമായ തക്കതായ മറുപടിയുമായി ഇന്നിതാ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. മാധ്യമങ്ങളുമായി അദ്ദേഹം കൃത്യമായി സംവദിച്ചിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ എല്ലാ ഇതോടും കൂടി തന്നെ മുഖ്യമന്ത്രിയുടെ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയും ഇനി നടത്താനിരിക്കുകയും, അതായത് പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം, അതിൻ്റെ ഗുണഗണങ്ങൾ എന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടി അവലോകന വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തേക്ക് വിടുന്നുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു ഏകദേശം 15ഓളം വരുന്ന ആളുകളാണ് നമുക്കിടയിൽ നിന്നും ഈ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ വിട പറഞ്ഞു പോയത്, പ്രളയമെടുത്തത് എന്ന് പറയേണ്ടി വരും. വീട് തകർന്നു വീണിട്ടും അതോടൊപ്പം തന്നെ മുതലപ്പൊഴി പോലെയുള്ള ഭാഗങ്ങളിൽ കടലാക്രമണത്തോട് അനുബന്ധിച്ചും അതോടൊപ്പം തന്നെ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടും ഒക്കെ കാണാതായവരും മരിച്ചവരായി 15 പേരാണുള്ളത്. അതിൽ ഇനിയും 7 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. കാര്യം മുഖ്യമന്ത്രി പറയുമ്പോഴാണ് പലതിനും ഒരു ഔദ്യോഗിക ഭാഷ്യമുണ്ടാകുന്നത്, അല്ലാതെ അതുവരെ കേട്ടുകേൾവി മാത്രമാണ്. ഇവിടെ നോക്കിക്കോളൂ. അതിനുശേഷം കൃത്യമായ കണക്കുകൾ പ്രകാരം 316 സെൻറ്ററുകൾ, അത് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. അതിലേകദേശം 11,008 അതിഥികൾ അല്ലെങ്കിൽ ആൾക്കാർ അവിടെ പാർപ്പിക്കുക, അല്ലെങ്കിൽ ദുരന്ത ബാധിതരായുള്ള 11,008 ആളുകളാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി 15 പേരടങ്ങുന്ന ഈ ഒരു സംഘത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ 15 പേര് അടങ്ങുന്ന അവരുടെ കുടുംബത്തിന് വേണ്ടി, 15 പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. SDRF-ൽ നിന്നും 4 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപയും അതോടൊപ്പം PMNR-ൽ നിന്ന് എടുക്കുന്ന PMNRF-ൽ നിന്നും 2 ലക്ഷം രൂപയും ചേർത്ത് 8 ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ ആശ്രിതർക്കായി സംസ്ഥാന സർക്കാർ നൽകുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അക്കാര്യങ്ങളൊക്കെ ശ്ലാഘിക്കപ്പെടേണ്ടതാണ്, അതൊക്കെ ഓർമ്മിക്കപ്പെടേണ്ടതാണ്, ആശംസിക്കപ്പെടേണ്ടതും അഭിനന്ദിക്കപ്പെടേണ്ടതുമായ കാര്യമാണ്. 2 ദിവസം കൊണ്ട് അതിനപ്പുറം മുഖ്യമന്ത്രിയായിരിക്കുന്ന വി.ഡി. സതീശൻ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം കൂട്ടത്തിലുള്ളവർ പോലും വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംശയദൃഷ്ടിയോടുകൂടി നോക്കി കാണുകയും ചെയ്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഈ പറയുന്നതിനകത്ത് വളരെ കൃത്യമായ കാര്യങ്ങളുണ്ട്. ഇനി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുത്തൊരു തീരുമാനം, നേരത്തെ 10 ലക്ഷം രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് വീട് നഷ്ടപ്പെട്ടു, പൂർണ്ണമായും വീട് നഷ്ടപ്പെടുന്നു, അതോടൊപ്പം ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരുടെ വസ്തുക്കൾ കൂടി അതായത് പ്രോപ്പർട്ടി എന്ന് പറയും, അത് നഷ്ടപ്പെടുന്നു. അപ്പോൾ അവർക്ക് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് 10 ലക്ഷം രൂപ മാത്രമായിരുന്നു, അവർക്ക് സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് കുറച്ച് മാറ്റം കൊണ്ടുവന്നു. ഏകദേശം 2 ലക്ഷം രൂപ അക്കാര്യത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന കാലഘട്ടത്തിൽ അനുവദിച്ചതിനേക്കാൾ 2 ലക്ഷം കൂടുതൽ അനുവദിച്ചിട്ടുണ്ട് ഇത്തവണ പുതിയ സർക്കാർ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് വെറും 4 ലക്ഷം രൂപ മാത്രമായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. അതിലും ഒരു മാറ്റം കൊണ്ടുവന്നു. അവിടെയും ഒരു 2 ലക്ഷം രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വീട് നഷ്ടമായവർക്ക് 4 ലക്ഷം ആയിരുന്നത് ഇനിയിപ്പോൾ 6 ലക്ഷം രൂപ എന്നുള്ള നിലയിൽ നൽകും.
അപ്പോൾ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി വന്നിട്ട് വേണ്ടേ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർഡറാക്കാൻ. മുഖ്യമന്ത്രി ഇത് നോക്കിയോളൂ, ഇവിടെ NDRF ടീമിനെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും NDRF ടീമുകൾ എത്ര എണ്ണത്തിന് ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ജില്ലകളിലേക്ക് കൊണ്ടെത്തിക്കണം എന്നതിനെക്കുറിച്ചും ഈ മുഖ്യമന്ത്രി VD സതീശൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായെന്ന് വെച്ചാൽ വളരെ വ്യക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലും കൃത്യമായി എവിടെ നിന്നെല്ലാമാണ് ആ ഫണ്ട് സ്വരൂപിക്കുന്നതെന്നും ആ ഫണ്ട് എങ്ങനെ എത്തിക്കണമെന്നതിനെക്കുറിച്ചും വളരെ കൃത്യമായി VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രോളുക അല്ലെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ എയറിലാക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോട് അത്ര കണ്ട് നമുക്ക് അങ്ങോട്ട് യോജിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാര്യം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെ ഒരു വാക്കുകൾ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അധിക്ഷേപിക്കാം, വിമർശിക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ ഇത്രയും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കാനും ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതോടൊപ്പം തന്നെ വലിയ വിവാദമായത് അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ യാത്രയായിരുന്നു. ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് അദ്ദേഹം ക്ലിയറായി പറയുന്നുണ്ട്. അതായത് ഈ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഹെലികോപ്റ്റർ യാത്ര? സംസ്ഥാന സർക്കാരിന് 1 രൂപ പോലും ഖജനാവിൽ നിന്ന് ചെലവാകാത്ത ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു യാത്രയായിരുന്നു താൻ നടത്തിയത്. ചോദിക്കാൻ ആരുമില്ലല്ലോ. കാരണം ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെതായ 1 രൂപയെങ്കിലും ചെലവായി എന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അദ്ദേഹം യാത്ര നടത്തിയതിനെക്കുറിച്ച് മാത്രമേ പറയൂ. എന്തിനായിരുന്നു ആ യാത്ര എന്നുള്ളതിനെക്കുറിച്ചും ആ യാത്രയിലൂടെ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാകാവുന്ന ഡെവലപ്മെൻറ്റുകളെക്കുറിച്ചും അദ്ദേഹം വളരെ കൃത്യമായി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നുള്ളതാണ്. സതീശന് ഈ പറയുന്ന അങ്ങനെ ഒരു യാത്ര നടത്തി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് അതിൻ്റെ ഉത്തരം. അവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ എമർജൻസി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ പോകേണ്ടത്. അത് വന്ദേ ഭാരതൊക്കെ അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു. അപ്പം അവർക്ക് അവിടെ നിന്ന് നേരെ ഡൽഹിയിലേക്ക് മറ്റ് ചില ആൾക്കാരുമായി അദ്ദേഹത്തിന് കൂടിക്കാഴ്ച നടത്തേണ്ടതുള്ളതുകൊണ്ട് എമർജൻസിയായി വളരെ അടിയന്തരമായി എത്തേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന 85 ലക്ഷത്തോളം രൂപ പ്രതിമാസ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. തെറ്റല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. പാർട്ടി സമ്മേളനത്തിന് പോയതല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും അടിയന്തര മീറ്റിങ്ങിന് അദ്ദേഹം പോയതല്ല, KPCC മീറ്റിങ്ങിന് പോയതല്ല. അദ്ദേഹം സംസ്ഥാനത്തിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ സർക്കാരാണെങ്കിൽ പോലും ഇവിടെ ഏർപ്പാടാക്കിയ ഈ ഒരു സൗകര്യം ഉപയോഗിക്കാൻ കഴിയില്ലേ എന്നുള്ള ഒരു ശക്തമായ ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി കൃത്യമായി ഗൃഹപാഠം ചെയ്യുകയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അതിനെ തുടർന്നിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഏതൊക്കെ തലത്തിൽ നിന്നുകൊണ്ട് എവിടെയൊക്കെയുള്ള ഇനിയിപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന 8 ലക്ഷം രൂപയോ മറ്റോ ആയിരുന്നു തോന്നുന്നു അവർക്ക്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതായത് ഒരു ഭൂമിയിൽ കൃഷി നഷ്ടപ്പെടുന്നവർക്ക് വളരെ തുച്ഛമായ ഒരു നഷ്ടപരിഹാരമാണ് ഈ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് എത്ര തുക നൽകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും അത് കൃഷി വകുപ്പിനെ കൂടെ അതിനകത്ത് കോർഡിനേറ്റ് ചെയ്യിച്ചുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായി, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കും വരെ മാത്രമേ അങ്ങനെയൊരു ആരോപണത്തിൻ്റെ അടിസ്ഥാനമുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഒരു അടിയന്തര സഹായം എന്നുള്ള നിലയിൽ ഏകദേശം ഒരു 10,000 രൂപ വീതവും എല്ലാവർക്കും നൽകുന്ന രീതിയും അതോടൊപ്പം 3,800 രൂപയും അടക്കമുള്ള തുകകളടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മറ്റൊന്നുമില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശന് വ്യക്തമാക്കുവാൻ. ഇനി തുടർന്നും ഈ പറയുന്ന നടപടികൾ പ്രവർത്തനങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ ഏകോപിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ഏകോപിപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ക്യാബിനറ്റ് വിളിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ക്രൂശിക്കുന്നവർ അറിയാൻ വേണ്ടി പറഞ്ഞത്.